ദൈവത്തിന് നമ്മളുടെ ലിമിറ്റേഷൻസും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിന് അറിയാം കേട്ടോ. അപ്പോൾ ദൈവം മനുഷ്യനായി ഇവിടെ വന്നാൽ നമ്മുടെ എല്ലാ വീക്ക്നെസ്സും അവനറിയാം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അറിയാം അല്ലേ. അതുകൊണ്ടാണ് എബ്രായരുടെ പുസ്തകത്തിൽ നമ്മൾ പറയുന്നത്, വി ഡു നോട്ട് ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു ഈസ് അൺഏബിൾ ടു സിമ്പത്തൈസ് വിത്ത് അവർ വീക്ക്നെസ്സസ് അല്ലേ. നമ്മുടെ എല്ലാ വീക്ക്നെസ്സും അറിയാവുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. നമ്മുടെ സമയക്കുറവിനെയൊക്കെ ആ പിതാവിന് മനസ്സിലാവും. അപ്പോൾ എനിക്കിത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ രണ്ടാമത്തെ മൂന്നാമത്തെയും പിള്ളേർ സാമുവലും ഡാനിയലും അവർ രണ്ടുപേരും 1.5 വയസ്സിന് വ്യത്യാസമുള്ള, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വിൻസ് പോലെയാണ്. അപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്തെല്ലാം കുസൃതികളാണ് അവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാളാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തിരുത്താം. രണ്ടും കൂടെ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് അവരുടെ വലിയൊരു എയിം അവിടെ കളിക്കുക, ഓടി നടക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു കണ്ണൊന്ന് തെറ്റിയാൽ മതി, എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണ് പിന്നെ അവിടെ ബഹളമാകും, പള്ളിയിൽ എല്ലാവരെയും ശല്യപ്പെടുത്തും. അപ്പോൾ ഒന്നുകിൽ ഓടി നടക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ദാഹം വരും, മറ്റൊരാൾക്ക് വിശപ്പ് വരും. ഇതൊന്നുമില്ലേ എവിടെ, ഞാൻ കുർബാന സ്വീകരിക്കാൻ ഇവരെ രണ്ടുപേരെ ഇവിടെ ഇരുത്തിയേച്ച് അമ്മ എൻ്റെ കൂടെ കൊണ്ടുപോയാൽ വരത്തില്ല, പിന്നെ കുർബാന സ്വീകരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പോയി കുർബാന സ്വീകരിച്ചിട്ട് വന്നപ്പോൾ ഒരാൾ കുഴിയിൽ കിടപ്പുണ്ട്, വീണ്. എന്തോ ഈശോയുടെ ഏതോ കാലേലോ എന്തോ പിടിക്കാനായിട്ട് കുനിഞ്ഞതാ, അതിനകത്തോട്ട് വീണുപോയി. എന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ബഹളമായിരുന്നു. ഇവരൊരു 2-3 വർഷം അത് അതിൽ കൂടുതലും. ഞാൻ ഒരു കുർബാനയ്ക്ക് പോയാലും എനിക്ക് പൂർണ്ണമായിട്ട് കുർബാനയിലോ ദിവ്യബലിയിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. കാരണം കണ്ണും നോട്ടവും എല്ലാം ഇവരുടെ മേളിലും ഇങ്ങനെ ഡിവൈഡഡാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാ കർത്താവ് ഇത്രയും എന്ത് കഷ്ടപ്പെട്ടാണ് വരുന്നത്, ഇതിനെ രണ്ടിനെ ഒരുക്കി ഇതെല്ലാം എടുത്ത് കുർബാനയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തിനാ വരുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്ന് ശരിക്കും സമാധാനത്തോടെ കുർബാന കൂടാനോ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ ഞാൻ പള്ളിയിൽ വരുന്നതെന്ന് ഞാൻ പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. പലതവണ എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, ഞാൻ വരുന്നതെന്നോ, എന്തിനാ വരുന്നത്, ഈ പിള്ളേരുടെ പുറകെ ഓടാനാണെങ്കിൽ ഞാൻ എന്തിനാ കുർബാനയ്ക്ക് വരുന്നതെന്നോ. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ, അവർ വലുതായി കഴിഞ്ഞിട്ട് ഈശോ എന്നോട് പറഞ്ഞു തന്നു, നീ അന്ന് അർപ്പിച്ച വന്ന് അറ്റൻഡ് ചെയ്ത അർപ്പിച്ച ദിവ്യബലികളാണ്, അന്ന് അറ്റൻഡ് ചെയ്ത ദിവ്യബലികളാണ് ഏറ്റവും മനോഹരമായ ദിവ്യബലികളെന്നും. അതായത് ഈശോയ്ക്ക് അത് വളരെ പ്രീതികരമായിരുന്നു എന്ന്. മനസ്സിലായോ? അപ്പം ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. ഞാൻ പോയി ഭയങ്കരമായിട്ട് ആഞ്ഞു പ്രാർത്ഥിച്ച ദിവ്യബലികളെക്കാട്ടിലും കർത്താവിന് പ്രീതികരമായിരുന്നു ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് ഞാൻ കൂടിയ ഓരോ ദിവ്യബലികളെന്ന് കർത്താവ് പറഞ്ഞു കേട്ടോ. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അത് കേട്ടപ്പോൾ. അപ്പം ഈശോ